ഹായ്, ഇന്നിതാ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നമ്മൾ പെറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ പെറുക്കിയെടുത്താണ്. അതിൽ കൂടുതൽ നമുക്ക് കിട്ടിയത് ഇതേപോലെയുള്ള ചെറിയ ബോട്ടിലുകളാണ്. അതായത് 10 രൂപക്ക് വെള്ളം വിൽക്കുന്ന, അതായത് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് നമുക്ക് കൂടുതൽ കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടില ഐറ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ കുറച്ചൊക്കെ മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിക്കറൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ കളഞ്ഞ് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ 2 മോഡൽ ബോട്ടിലുകളാണുള്ളത്. അത് നമ്മളിതാ രണ്ടായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിപ്പമൊക്കെ ഒരേ കറക്റ്റാണ്. അപ്പോൾ 2 മോഡലാണ്. അപ്പോൾ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള 2 മരത്തിൻ്റെ പീസാണ്, വുഡ് പീസാണ്. അപ്പോൾ ഇത് നമ്മളിതാ ഈ ബോട്ടിലിൻ്റെ അതേ നീളത്തിലുള്ള 2 പീസ് മരപ്പീസാണ് നമ്മൾ എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള കമ്പിയാണ്, 6 mm കമ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തത് 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ നീളത്തിലാണ് 2 പീസും നമ്മൾ എടുത്തത്. ഇനി നമുക്ക് ഈ വുഡിൻ്റെ പീസിൽ നമുക്ക് ഹോൾ കിട്ടണം. അപ്പോൾ അതാ ഇതേപോലെ ബോട്ടിൽ വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ബോട്ടിലും തുളച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഇവിടെ നമുക്കൊരു ഹോൾ തയ്യാറാക്കണം. ഈ കമ്പി കടക്കുന്ന രീതിയിലുള്ള ഹോളാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതേപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ നമുക്ക് ഹോൾ തയ്യാറാക്കണം. അപ്പോൾ അത് 2 പീസും നമ്മൾ തുളച്ചെടുത്തിട്ടുണ്ട്. ഈ 2 കമ്പി നമ്മൾ ഇതേപോലെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മരത്തിൻ്റെ പീസിലേക്ക് ഒരു ഭാഗത്ത് ഈ മരത്തിൻ്റെ പീസിലേക്ക് നമുക്ക് ഈ കമ്പി ഇതേപോലെ കയറ്റി എടുക്കണം. കയറ്റി എടുത്തതിന് ശേഷം അവിടെ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കണം. അത് ഒരു ഭാഗത്ത് നമ്മൾ മരത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ കമ്പി ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ടൈറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള ആണി സൈഡ് കൊടുത്തിട്ട് നമ്മൾ അത് ടൈറ്റ് ആക്കുന്നുണ്ട്. അത് നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ മരത്തിൻ്റെ കട്ടക്ക് തുളച്ചതുപോലെ തന്നെ നമുക്ക് ബോട്ടിലും തുളച്ചെടുക്കണം. അപ്പോൾ അത് അടിഭാഗത്തും അതേപോലെ തന്നെ നമുക്ക് ഈ 2 ഭാഗത്തും നമുക്ക് തുളച്ചെടുക്കണം. സോൾഡറിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് ഹോള് തയ്യാറാക്കിയെടുക്കുന്നത്. തുളയ്ക്കുന്നതിൻ്റെ നേരെ ഈ സൈഡിൽ തന്നെയാണ് നമുക്ക് തുളയിടേണ്ടത്. അപ്പോൾ അത് ഫുള്ള് ബോട്ടിൻ്റെ 2 ഭാഗവും നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതേപോലെ ഓരോ ബോട്ടിലും നമുക്ക് ഇതേപോലെ ഈ കമ്പിയിൽ കോർത്തെടുക്കണം. ഇതേപോലെ കോർത്തെടുക്കണം.
ആദ്യം ഒരു 6 ബോട്ടിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ 2 വുഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് 85 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ എടുത്തത്. ഇത് നമ്മൾ 2 പട്ടിക പീസാണ് എടുത്തത്. അത് പട്ടികയോ അല്ലെങ്കിൽ നമുക്ക് വീതി, അതായത് നമുക്ക് ആ ബോട്ടിലിൻ്റെ വീതി വരുന്ന പലക വേണമെങ്കിൽ പലക ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്കിതിൽ GI സ്ക്വയർ പൈപ്പോ അല്ലെങ്കിൽ അലൂമിനിയം സ്ക്വയർ പൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ മരപ്പലകയാണ്, ഇതേപോലെയുള്ള പട്ടിക പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്ത് 2 കമ്പിയിലായിട്ട് നമുക്കിത് കോർത്തെടുക്കാം. ഇതേപോലെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് പട്ടികയിൽ നമ്മൾ കോർത്തെടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ബോട്ടിലുകൾ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പിയിൽ ഇത്രയും നമ്മൾ ബോട്ടിലുകൾ കോർത്തെടുത്തു. ഇനി നമ്മൾ 6 പീസ് ബോട്ടിൽ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ മരത്തിൻ്റെ പീസും നമുക്ക് ബാക്ക് സൈഡിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്ഥലം ബാക്കി വെച്ചതിന് ശേഷം നമ്മളിതാ ഇതേപോലെ എടുത്തതിന് ശേഷം വളച്ചെടുത്തതിന് ശേഷം നമ്മളിതാ ആ മരത്തിൻ്റെ പീസിൽ നമ്മൾ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ കോർത്തെടുത്തു. അപ്പോൾ അതൊരു യു ആകൃതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ വളച്ച് നമ്മളിതാ ഈ വുഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ മരപ്പലകയുടെ ഉള്ളിൽ കൂടെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബോട്ടിലുകൾ ഇതിൽ കോർത്തെടുക്കും. അപ്പോൾ അടിഭാഗത്ത് വരുന്ന 6 പീസ് ബോട്ടിൽ നമ്മൾ കോർത്തെടുത്തു. അതിനുശേഷം നമ്മുടെ മരത്തിൻ്റെ പീസ് നമ്മൾ കമ്പിയിൽ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട് അടിഭാഗത്ത്. അതിൻ്റെ അടിഭാഗത്ത് നിന്നാണ് നമുക്ക് കമ്പി ടൈറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അടിഭാഗത്ത് ഇതേപോലെ ആണി കൊടുത്തിട്ട് നമ്മളത് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ആ മരത്തിൻ്റെ പീസ്, അതായത് നമ്മുടെ വുഡിൻ്റെ പീസിൻ്റെ അടിഭാഗത്ത്, നമ്മുടെ ആ തട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ 3 റീപ്പർ പീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുള്ളാണി കൊടുത്തിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്തെടുത്തത്. ഇതിൻ്റെ ഈ തട്ടിന് കൂടുതൽ ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 3 റീപ്പർ പീസുകൾ അടിഭാഗത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തട്ടിൻ്റെ അടിഭാഗത്തായിട്ട് 3 റീപ്പർ പീസുകൾ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അതായത് ഒരു 6 ബോട്ടിൽ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ മറ്റൊരു തട്ട് കൂടി ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ അതിൻ്റെ അളവ് നോക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടിഭാഗത്തെ അതേപോലെ തന്നെ 2 പട്ടിക പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കമ്പി കോർത്തിട്ടാണ് അതിന് ഹോള് തയ്യാറാക്കിയതിന് ശേഷം കമ്പി കോർത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തുകൂടെ, കുപ്പിയുടെ ഉൾഭാഗത്തുകൂടെ അത് കോർത്തെടുത്തതിന് ശേഷം ആ കമ്പിയിൽ ചുറ്റിയിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. നാല് സൈഡിലും കെട്ടുകമ്പി ഈ കോർത്തെടുത്ത് കെട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉൾഭാഗത്ത് കൂടെ വരുന്ന കമ്പിയിൽ നന്നായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പ്ലെയർ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ 2 തട്ടും നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതിൻ്റെ പിന്നെ നമുക്ക് ഇതിൻ്റെ 2 ഭാഗവും ഒരേ ഷേപ്പിൽ തന്നെയാണ് വരിക, ഒരേ ആകൃതി ഒരേ കാഴ്ചയും തന്നെയാണ് 2 ഭാഗത്തു നിന്നുണ്ടാകുക. അപ്പോൾ തട്ടുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. 2 ചെവി പോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നൈസ് കമ്പിയിൽ ഇതേപോലെ 7 ബോട്ടിൽ വീതം നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ തന്നെ ബോട്ടിലിനുള്ളിലൂടെ കോർത്തെടുത്ത് നമ്മൾ ആ കമ്പിയിലേക്ക് കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ഭാഗത്ത് നമ്മൾ ചെവിയും ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അതായത് അടിഭാഗത്ത് നമ്മൾ ആ കോർത്തെടുത്ത നമ്മുടെ തട്ട് വരുന്ന ഭാഗത്ത് കമ്പി വരുന്ന ഭാഗത്ത് ആ ഹോള് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് മരത്തിൻ്റെ പൊടിയും കൊടുത്ത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ തട്ടിൻ്റെ മുകളിൽ വെയിറ്റ് വരുമ്പോൾ അത് അടിഭാഗത്തേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുപ്പി ചുളുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗം അപ്ലൈ ചെയ്തത് ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ റെഡ് കളർ നടുഭാഗത്തു കൂടെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അത് പുറം ഭാഗത്തും അതേപോലെ തന്നെ അകംഭാഗത്തും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളർ എടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ നമ്മൾ സൈഡ് ഭാഗങ്ങളിലൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. ആ വുഡ് പീസിന്, അതായത് നമ്മുടെ തട്ട് വരുന്ന 2 ഭാഗങ്ങളിലും നമ്മൾ ഒരു ലൈറ്റ് പച്ച കളറും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ പെറുക്കിയെടുത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത മൾട്ടി പർപ്പസ് ഐറ്റം. അപ്പോൾ അത് അടിപൊളിയല്ലേ? അപ്പോൾ പല ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് ഷൂ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് ഇതേപോലെ പ്ലാന്റ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് ഗാർഡനിൽ ഇതേപോലെ ഉപയോഗിക്കാൻ കഴിയും. ഗാർഡനിൽ പ്ലാന്റ് സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഈ വുഡിന് പകരം ഇത് നമ്മൾ വുഡാണ് കൊടുത്തത്. ഈ വുഡിന് പകരം നമ്മൾ അലൂമിനിയം സ്ക്വയർ ചാനലോ അല്ലെങ്കിൽ നമ്മൾ GI സ്ക്വയർ ചാനലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മഴത്തൊക്കെ വെക്കാൻ പറ്റും. കാരണം യാതൊരു കംപ്ലൈൻറ്റും വരാനില്ല. ഇത് വുഡ് ആയതുകൊണ്ട് നമ്മൾ മഴ നനയ്ക്കാതെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഴ നനച്ചിട്ട് നമുക്ക് ഗാർഡനിലോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ, വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് അലൂമിനിയം സ്ക്വയർ ചാനലോ അല്ലെങ്കിൽ അതായത് നമ്മുടെ GI സ്ക്വയർ ചാനലോ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതേപോലെ ബോട്ടിലുകൾ ഉപയോഗിച്ചിട്ട് ഗാർഡനിൽ നമുക്ക് കവാടൊക്കെ നിർമ്മിക്കാൻ കഴിയും. അങ്ങനെ പല ഐറ്റംസുകൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ മതിലുകൾ, അതുപോലെ തന്നെ ഗാർഡൻ മതിൽ, ഇതൊക്കെ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അതൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലുകളൊക്കെ നമ്മൾ ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ ചെയ്യണം. അപ്പോൾ പെറുക്കിയെടുത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചുകൊണ്ടുള്ള ഈ ഐറ്റമും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. രണ്ട് ഭാഗത്ത് നിന്നും ഇതിന് ഒരേ കാഴ്ച തന്നെയാണ് കിട്ടുക. അതായത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതേ കാഴ്ച തന്നെയാണ്, ഒരേ ഭംഗി തന്നെയാണ് കിട്ടുക. ഇതിൻ്റെ നേരെ മറുഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരേ കാഴ്ച തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും.